PYQ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഈ പാഠത്തിൽ നിന്ന് മാർക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ വീഡിയോ മാത്രമായിരിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഈ PDF നോക്കുക. ഓക്കെ, ഈ PDF നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് എപ്പോഴൊക്കെ ചോദിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ അപ്പോഴത്തേനും ഇങ്ങനെ പതുക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളത് കണ്ട് പോസ് ചെയ്തോ. ഓക്കെ, പിന്നെ ഞാനിത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലും നമുക്ക് ഈ PDF കാണിച്ച് പോകാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതും ഇതേപോലെ PYQs കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, മെയിനായിട്ട് എന്താണ് ചോദിക്കുന്നതെന്നും കൂടെ നമ്മൾ ഈ PDF ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ബോർ മോഡലും കാര്യങ്ങളെല്ലാം നോക്കി. ഹെയ്സൻബർഗ്, ഡി ബ്രോഗ്ലീസ്, ഓക്കെ, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ഇതും കുറേ തവണ ചോദിച്ചിട്ടുള്ളത്. റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അതെന്താണ്? ആൽഫ റൈസിലിൻ്റെ എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ ഒബ്സർവേഷൻസ് ഉണ്ട്. ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ്, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു നോക്കിയേ. ഇത് കണ്ടോ, 2023, 21, 17, 16 ഈ വർഷങ്ങളിലെല്ലാം ചോദിച്ചതാണ്. ഇതിൻ്റെ പുറയിലും ചോദിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നിലുള്ള വർഷത്തെ അങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ടാണ്. കിട്ടാറുണ്ട് എന്നാലും. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ അപ്പം ആ പാട്ടേണല്ലോ ഇപ്പോഴത്തെ പാട്ടേൺ. ഓക്കെ, സോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻസ്, കൺക്ലൂഷൻസ് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള സമയമില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് 2024, 21, 18 മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ തവണ ചോദിച്ചതാണ്. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഫംഗ്ഷൻ ആൻഡ് ത്രഷ്ഹോൾഡ് ഫ്രീക്വൻസി ഉണ്ട്, എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ഒരു മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ച് പോകുന്നതാണ്. അതായത് ഇങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്നിട്ട് ഒരു പാർട്ടിക്കിളിൽ അടിക്കുമ്പോൾ, ആ പാർട്ടിക്കിളിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ച് പോകുന്നു. മനസ്സിലായോ? അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ. ഇതിൻ്റെ ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് എന്നാണ്. ഇലക്ട്രിക് എന്ന് വെച്ചാൽ ഇലക്ട്രിക് എന്നാണ്. എഫക്റ്റ് എന്ന് വെച്ചാൽ പ്രക്രിയ അല്ലെങ്കിൽ ഒരു സംഭവം എന്നാണ്. ഓക്കെ, ദ ഫിനോമെനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബൈ certain metals like potassium, rubidium, etc. when light of suitable frequency incident on them. അതായത് എന്താ പറയുന്നത്, ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോണിൻ്റെ ഇജക്ഷനാണ്. അതായത് ഇലക്ട്രോൺ തെറിച്ച് പോകുന്നതാണ് ബൈ certain മെറ്റൽസ്. അതായത് ഈ എല്ലാ മെറ്റൽസിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ച് പോവില്ല, ചില മെറ്റൽസിൽ നിന്ന് മാത്രം. അത് ഏതൊക്കെ മെറ്റൽസാണ്? ലൈക്ക് പൊട്ടാസ്യം, റുബീഡിയം, എക്സെട്ര. ഓക്കെ, അത് ബ്രാക്കറ്റ് ഇട്ടിരിക്കുക. വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് അടിച്ചാലും പോവില്ല. ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഓൺ ദം. ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ അടിക്കുക അല്ലെങ്കിൽ വന്നടിക്കുക, വരിക എന്നൊക്കെയാണ്. ഓക്കെ, ഇൻസിഡൻറ്റ് ഓൺ ദം. The electron ejected are called photoelectrons. This phenomenon was first observed by H. Hertz. ആണ് ഈ ഫിനോമിനൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മനസ്സിലാക്കിയത്, ഒബ്സർവ് ചെയ്തത്. ഓക്കെ, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് ചോദിക്കാൻ ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മനസ്സിലായോ? ഓക്കെ, അതായിരിക്കും. സോ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പഠിച്ചോ. സ്വയം പറഞ്ഞു നോക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോൺ ഡിജക്ഷൻ ആണ്. എപ്പോഴാണ് ഇജക്ഷൻ സംഭവിക്കുന്നത്? എല്ലാ മെറ്റലിലും ഇജക്ഷൻ സംഭവിക്കില്ല. ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം certain മെറ്റൽസ് ബ്രാക്കറ്റിൽ ലൈക്ക് റുബീഡിയം എക്സെട്ര. ഓക്കെ, നമ്മൾ ജസ്റ്റ് മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല, ഒരു എക്സാമ്പിൾ ആണെങ്കിലും മതി. അതില്ലെങ്കിലും കുഴപ്പമില്ല, certain മെറ്റൽസ് എന്ത് ചെയ്യാലും മതി. എന്നാലും നമ്മൾ ബ്രാക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. വെൻ ദ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഓൺ ദം. മനസ്സിലായി? അത്രയും മതി. നിങ്ങൾ ഇവിടുന്ന് പഠിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞുകൊണ്ടെങ്കിൽ ആൻസർ ഇതൊരു 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഈ 4 മാർക്ക് പോക്കറ്റ് വരണം. ഓക്കെ, എന്താണ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ? ദ ഇജക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബൈ certain മെറ്റൽസ് ലൈക്ക് potassium, rubidium, etc. when light of suitable frequency incident on them.
ഓക്കെ, അത്രേ ഉള്ളൂ. ദ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഫോട്ടോ, ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് എഴുതിയാൽ മതി. എന്താണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് ചിലപ്പോൾ വേറൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് ചോദിക്കാം. ഇങ്ങനെ ഇജക്റ്റ് ചെയ്യുന്ന, ഇങ്ങനെ തെറിച്ച് പോകുന്ന ഇലക്ട്രോൺ ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. അതായത് ഒരു ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി പൊട്ടാസ്യം റുബീഡിയം പോലുള്ള ഒരു വസ്തുവിൽ വന്നിരിക്കുന്നു. അപ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ തെറിച്ച് പോകുന്നു. ആ ഇലക്ട്രോണിൻ്റെ പേരാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രോൺസ്. മനസ്സിലായോ? ഫോട്ടോ മീൻസ് ലൈറ്റ്, ഇലക്ട്രോൺസ് മീൻസ് ഇലക്ട്രോൺ, ലൈറ്റുള്ള ഇലക്ട്രോണോ. ഓക്കെ, അതാണ് ദാറ്റ്സ് ഇറ്റ്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് വന്ന് ഇടിക്കാനും ഒരു ഇലക്ട്രോൺ തെറിച്ച് പോകാനും ഇടയ്ക്ക് ടൈം ഒന്നും എടുക്കില്ല. ഓക്കെ, ടൈം ഒന്നും എടുക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ദ ലൈറ്റ് ബീം ആൻഡ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ദർ ഈസ് നോ ടൈം ലാഗ് ഒന്നും എടുക്കില്ല ബിറ്റ്വീൻ ദ, എന്തിന് ബിറ്റ്വീൻ, രണ്ടിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ബിറ്റ്വീൻ ഇടയ്ക്കെന്നല്ലേ, ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം, അടിക്കുക ഓഫ് ലൈറ്റ് ബീം, ലൈറ്റിൻ്റെ വെട്ടം വന്ന് അടിക്കാനും, ആൻഡ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസിൽ നിന്നും മെറ്റൽ തെറിച്ച് പോകാനും ടൈം ഒന്നും എടുക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളത് പഠിച്ചു. ഓക്കെ, ദെൻ രണ്ടാമത്തെയാണ്, ഇവിടെ തന്നെ ഈ വീഡിയോ വരുന്ന തന്നെ പഠിച്ചു നോക്കണം കേട്ടോ. രണ്ടാമത്തെയാണ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദ ലൈറ്റ്. അതായത് ഈ ശക്തിയുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റ്, അതായത് തീവ്രത കൂടിയ ലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ്. ഓക്കെ, നിങ്ങളിങ്ങനെ ഫ്ലാഷ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ, അതേപോലെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഫ്ലാഷ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി നമ്മൾ വെട്ടം അടിച്ച് കഴിഞ്ഞാൽ, വെട്ടമല്ല കേട്ടോ, അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒത്തിരി ഇലക്ട്രോൺ തെറിച്ച് പോകും. മനസ്സിലായോ? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്, ഒത്തിരി ഇലക്ട്രോൺ, അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടം കുറച്ച് അടിച്ച് കഴിഞ്ഞാലോ കുറച്ച് ഇലക്ട്രോണേ തെറിച്ച് പോകത്തുള്ളൂ. വെട്ടം കൂട്ടി അടിച്ചാലോ കുറേ ഇലക്ട്രോൺ തെറിച്ച് പോകും. ഓക്കെ, ഇൻറ്റൻസിറ്റി ആൻഡ് ബ്രൈറ്റ്നസ് ഓഫ് ദ ലൈറ്റ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ, അതായത് നമ്മൾ ലൈറ്റ് കുറച്ചടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോൺ പോകും. അതാണ് പ്രപ്പോർഷണൽ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് അർത്ഥം. ഓക്കെ, ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെറ്റൽസിനും, ഓരോ മെറ്റൽസിനും ഒരു സ്പെസിഫിക് ആയുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതിനേക്കാളും കുറച്ചടിച്ച് കഴിഞ്ഞാൽ ഒന്നും അനങ്ങത്ത് പോലും ഇല്ല. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഭയങ്കരമായിട്ട് കുറച്ച് ഒരു മെറ്റലിൽ അടിച്ചേക്കുവാണ്, പൊട്ടാസ്യം റുബീഡിയം, ഇതിൽ പൊട്ടാസ്യത്തിൽ അടിച്ചിരിക്കുകയാണ്. പൊട്ടാസ്യത്തിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. അതായത് ഒരു ഇലക്ട്രോൺ പോലും തെറിച്ച് പോവില്ല. മനസ്സിലായോ? അതേസമയം ഭയങ്കരമായിട്ട് കുറച്ച് അതേ അളവിൽ തന്നെ നമ്മൾ റുബീഡിയത്തിൽ അടിച്ചാൽ ചിലപ്പോൾ 1-2 ഇലക്ട്രോൺ തെറിച്ച് പോകും. കാരണം എന്താ? ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റൽസിന് ഡിഫറെൻ്റ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി മിനിമം റിക്വയർഡ് ടു ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസിയാണ്. ഏറ്റവും കുറഞ്ഞ ഇത്ര ലൈറ്റെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ ഈ ഇലക്ട്രോൺ തെറിച്ച് പോവുള്ളൂ. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തെറിച്ച് പോവില്ല. ഓക്കെ, ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ഓക്കെ, നമുക്കിത് അവസാനം പറയുമ്പോൾ റിവൈസ് ചെയ്യാം കേട്ടോ. ദെൻ അതാണ് നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതിപ്പോൾ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു പെട്ടിയാണ്. ഈ പെട്ടിയിലോട്ട് നമ്മൾ ലൈറ്റ് ഇങ്ങനെ അടിക്കുകയാണ്. ഓക്കെ, ഈ പെട്ടിയിലോട്ട് നമ്മളിങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിച്ചു. അപ്പോഴത്തേനും ഇതിൽ നിന്നും ഇലക്ട്രോൺ ഇങ്ങനെ തെറിച്ച് പോവുകയാണ്. ഓക്കെ, ഇതൊരു ഇലക്ട്രോണാണേ. അയ്യോ, ഈ പെട്ടിയിൽ നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ തെറിച്ച് പോവുകയാണ്. ഓക്കെ, അതായത് ഇവിടുന്ന് ഫ്രീക്വൻസി കൂടുതലുള്ള ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ കൂടുതൽ ദൂരം തെറിച്ച് പോകും. അത്രേ പറയുന്നുള്ളൂ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് കുറച്ച് ഫ്രീക്വൻസി, കുറച്ച് ലൈറ്റ് കൊടുത്താൽ അതിന് കുറച്ച് എനർജിയെ കൂടുതൽ കിട്ടത്തുള്ളൂ. കുറച്ച് ഇതേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കുറച്ച് ദൂരം മാത്രം തെറിച്ച് പോകും. അതേസമയം ഇതിന് നല്ല രീതിക്ക് കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടുകയും ഈ വിട്ടിരിക്കുന്ന ഇലക്ട്രോൺ നല്ല ദൂരത്തിൽ തെറിച്ചു പോവുകയും ചെയ്യും. മനസ്സിലായോ? ഈ ദൂരം സഞ്ചരിക്കുമ്പോൾ ഇതിന് എന്തോ എനർജിയാണ് കിട്ടുന്നത്? കൈനറ്റിക് എനർജിയാണ് കിട്ടുന്നത്. കൈനറ്റിക് എനർജി അതറിയാമല്ലോ. ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, ദൂരത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നീളം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുമ്പോൾ
പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിന് നല്ല ദൂരത്തിൽ നല്ല ലൈറ്റ് കിട്ടിയപ്പോൾ നല്ല ദൂരത്തിൽ തെറിച്ച് പോയില്ലേ. സോ അതാണ് ഇതിൽ പറയുന്നത്. സോ നമ്മൾ ഇത്രയും പഠിച്ചു, 10 മിനിറ്റായി. 10 മിനിറ്റ് കൊണ്ട് ഇത്രയും സാധനം പഠിച്ചെങ്കിൽ നിങ്ങൾ ടോപ്പാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനും നോക്കാതെ പറയാം. ഓക്കെ, നോക്കാതെ പറയാം, എന്നിട്ട് നമുക്ക് നോക്കി കറക്റ്റായിട്ട് പറയാം. ഓക്കെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ആദ്യം മലയാളത്തിലൊന്ന് ഓർത്ത് എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ലൈറ്റ് വന്ന് ഒരു മെറ്റൽ അടിക്കുന്നു, അതായത് പൊട്ടാസ്യം റുബീഡിയം പോലൊരു മെറ്റൽ അടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റലിലുള്ള ആറ്റംസ് തെറിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഇംഗ്ലീഷ് ഒന്ന് പറയാൻ നോക്കി. ഇൻ ദിസ് ഫിനോമെനോൺ എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ അല്ലെങ്കിൽ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ, എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷിൽ തിരിച്ചല്ല പറയുന്നത്. ഓക്കെ, വെൻ ദ അല്ല ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ കിട്ടി കാണും, എനിക്കെന്തുപോലും കിട്ടിയില്ല. എന്നാലും ആലോചിച്ച് നോക്കിയേ, എന്താ എനിക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. ഇൻ ദിസ് ഫിനോമിനോൺ ദ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം എ സ്യൂട്ടബിൾ മെറ്റൽസ് അല്ലെങ്കിൽ ഫ്രം സം മെറ്റൽസ് ലൈക്ക് റുബീഡിയം, പൊട്ടാസ്യം എക്സെട്ര വെൻ എ റേ ഓഫ് ലൈറ്റ് അല്ല വെൻ എ സ്യൂട്ടബിൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ചിലപ്പോൾ അര മാർക്കും എല്ലാം കുറയ്ക്കുമായിരിക്കും, പക്ഷേ കുറയ്ക്കാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതിയാലും മതി. ഇതേപോലത്തെ ഇത് ലോ ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് ഓൺ വേർഡ്സിൽ എഴുതിയാലും മതി. ഇറ്റ് ഈസ് എ ഫിനോമെനോൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബൈ സർട്ടൺ മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, റുബീഡിയം, കാൽസ്യം വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഓൺ ദം. ദ ഇജക്റ്റഡ് അത് പറഞ്ഞില്ല, ഇത് ഇലക്ട്രോൺ ഇജക്റ്റഡ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രിക്. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ചോദ്യം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ ആണ്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ഇറ്റ് ഇസ് എ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബൈ സർട്ടൺ മെറ്റൽസ്. ചില മെറ്റൽസിലേ നടക്കത്തുള്ളൂ, ലൈക്ക് പൊട്ടാസ്യം, റുബീഡിയം, കാൽസ്യം എക്സെട്ര വെൻ എ റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റ് ഓൺ ദം. ഓക്കെ, പഠിച്ചല്ലോ. ദെൻ നമ്മൾ ഈ നാല് പോയിൻ്റ് പഠിച്ചിരുന്നു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദം. അത് തിരിച്ചാണ് ഞാൻ പറയേണ്ടത് കേട്ടോ, ഞാൻ തിരിച്ചു പറഞ്ഞു. കുഴപ്പമില്ല, ശരിയാണ്. ഓക്കെ, ഞാൻ നോക്കുന്നില്ല, നിങ്ങൾ നോക്കരുതേ. ഒന്ന് ആലോചിക്കുക, രണ്ടാമത്തെ എന്താ ആലോചിക്കുക. കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. നിൽക്കേ, ഞാൻ ആലോചിക്കട്ടെ. പോസ് ചെയ്യണേ വീഡിയോ. പിന്നെ ഓർമ്മ കിട്ടി. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. പിന്നെ വേറൊരെണ്ണം അങ്ങോട്ട് ഉടനെ കിട്ടി. ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് വെച്ചിട്ട് വേറൊരു പോയിൻ്റ് ഇല്ലായിരുന്നോ? എന്തായിരുന്നു ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. അതായത് ലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. ഓക്കെ, അതായത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ 3 പോയിൻ്റ് പറഞ്ഞു. ഇനി ഒരു പോയിൻ്റ് കൂടെ ആണ്, അത് ഓർക്കുന്നില്ല കേട്ടോ. മറ്റേ സംഭവം എന്താ, അത് ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ, ഞാൻ മറന്നുപോയായിരുന്നേ. ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. അതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒബ്സർവ് ആവില്ലെന്ന്. സോ ഞാൻ ഈ PDF ഒന്നുകൂടെ കാണിക്കാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുത്തോട്ടോ. സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, എടുക്കേണ്ടവർക്ക് ഞാനത് മൊത്തത്തിൽ ഒരുമിച്ച് കാണിക്കാം. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് എടുക്കാമല്ലോ. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുത്തോളൂ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാവേ. പതുക്കെ പോസ് ചെയ്തെല്ലാം കൂടെ നോക്കുക. എല്ലാ PYQസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന്. ഈ PDF വേണ്ടവർ കമൻറ്റ് ചെയ്യുക. എനിക്കിത് PDF ഇനി ലിങ്ക് ആക്കണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തത്. എനിക്ക് കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. PDF വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഒരു 10-20 പേരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഇതിൻ്റെ PDF ആക്കി തരാം കേട്ടോ.